നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മൾ മരിച്ച് ശവക്കല്ലറയിൽ കിടക്കുന്നവരല്ല, മരിച്ചോ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടി ചേരാനുള്ളവരാണ്. പ്രിയ സഹോദരന്മാരെ, ഇനി സാക്ഷ്യത്തിനുള്ള സമയം. ഈ സാക്ഷ്യത്തിനായി സഹോദരന്മാരുടെ ഭാഗത്ത് നമുക്ക് ആദ്യം എഴുന്നേറ്റ് സാക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ കുടുംബമായി കാത്തു പരിപാലിച്ചു. ദൈവത്തിന് കൃപ അനുഭവിക്കാൻ ദൈവം സഹായിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയേറിയതായിരുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപേക്ഷയുടെ ദിവസത്തിൽ ഇരിക്കുന്നു. ഒന്നവരെ കേൾപ്പിച്ച സാക്ഷ്യത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം സഹോദരന്മാരും സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷിച്ചു. നമുക്ക് അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നമ്മൾ കേട്ടു. നമ്മൾ അവർക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വരുവോളം നമ്മൾ ചെയ്യുന്ന കടമകളാണ്. സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് ഞങ്ങളോട് ദൈവം വളരെ വ്യക്തമായി സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നതാവേ. അങ്ങയുടെ വാചകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അന്ന് കണ്ണനെ പോലെ വരും കർത്താവ്. ഞങ്ങൾക്കറിയില്ല ഏത് സമയത്താണ് കർത്താവ് എന്ന് വരുന്നത് ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. ഞങ്ങളുടെ വസ്ത്രങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലാകുന്ന ഉടുപ്പുകൾ മലിനമാകാതെ ദൈവമേ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ എടുക്കുകൂടാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവേ. സുപ്രമുഖ പെൺമയുമായ വസ്ത്രമായി കർത്താവ് അങ്ങയുടെ മുന്നിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനങ്ങളെ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിനെ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. 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 എക്സാം ഒക്കെ നന്നായി പാസ്സായില്ലേ? അടുത്ത ആഴ്ച 10 മണിയാണ് ആരാധന. 11:30 നേരത്തെ വരാൻ ശ്രദ്ധിക്കുന്നു. എനിക്കറിയാം താങ്കൾക്ക് ബിസിനസ് ആണെന്നൊക്കെ അറിയാം. ഇന്ന് ശ്രമിക്കൂ, ഉത്സാഹിക്കും. അതെ പക്ഷേ പറ്റാണ്ടാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റണ്ട. ഈ ബിസിനസ്സും തലയിലേക്ക് കയറി നടക്കണേ. പിന്നെ ഒരു കാര്യം പറയുന്നത് പക്ഷേ എപ്പോഴെങ്കിലും പറയുന്നില്ല. പിന്നെ ഈ കർത്താവ് ഈ പത്രോസിന്റെ കാലം പോലെ പത്രോസ് പോലെ എഴുതിയ കർത്താവ് ഇതിന് വന്നില്ലോ. ഇനി കർത്താവ് വരാനും പോകില്ല. ഇനി ക്ലാസ് ചെയ്യാൻ വേണ്ടി ടെൻഷൻ അടിച്ച് ഓടി നടക്കേണ്ട കാര്യം. എനിക്ക് ഇതിന് നടക്കാൻ സമയം മനസ്സിലായില്ലേ? എനിക്ക് വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് നാളെ കാണാം. പക്ഷേ അടുത്ത ആഴ്ച കാണാം. ശരി, ഓക്കെ, ശരി. വിശുദ്ധ സഭായോഗത്തിന് ശേഷം വിശ്വാസികളെല്ലാം ഓരോരോ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അന്ന് രാത്രി അവർ ഓരോരുത്തരും തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നുള്ള സമയം ചെലവഴിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് നടത്തുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഉണർന്നിരിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയോടെ നിൽപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രാർത്ഥനയും യാത്രയും കേൾക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. Hallelujah. Katawe,
കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് സഹായിച്ചതിനായ സ്തോത്രം. സഭയോടെ ആരാധിപ്പാൻ കർത്താവെ സഹായിച്ചതിനായ സ്തോത്രം. കർത്താവെ ദിവാലയത്തിനായ സ്തോത്രം, പാകിസ്ഥാനായ സ്തോത്രം, ചൈനക്കായ സ്തോത്രം. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി സുഖമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിക്കണമേ. എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഏതൊക്കെ കേൾക്കണമേ. ആമേൻ. ഈ കോവിഡ് ഡ്രസ്സുകൾ നിറച്ച് തമാശയാണോ, എന്തോ ചിരിച്ചിരിച്ചു. അയ്യോ 2 മണിയാണ്. പിള്ളേരൊക്കെ നേരത്തെ കിടന്നില്ല, അല്ലെങ്കിൽ അവർ മൊബൈൽ നോക്കി കാലിന് വലിച്ച ഇതിന് പാസ് പറഞ്ഞ പോലെ കർത്താവെങ്ങാനും വരുമോ? പുള്ളിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും. കർത്താവേ പെട്ടെന്നൊന്നും വന്നേക്കരുത്, ഞാനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ രസം പിടിച്ചിങ്ങ് വന്നിട്ടുള്ളൂ. പെട്ടെന്ന് വന്നാൽ വലിയ പാടാണ്. അയ്യോ ഇനി പാസ്റ്റർ എന്താ പറഞ്ഞ കർത്താവ് വരും, കർത്താവ് എത്ര നാളുകൾ പറഞ്ഞു ഇയാൾ വേറെ പണി പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. എനിക്കാണെങ്കിൽ 100 കൂട്ടുന്ന കാര്യങ്ങളാണ്. നാളെ